ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മാമ്പഴവും പിന്നെ വെള്ളരിക്കയും കൊണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ എടുത്തേണേ, 4 നന്നായി പഴുത്തതാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ വെള്ളരിക്ക. മാമ്പഴം കൊണ്ട് തന്നെയും ഉണ്ടാക്കാം കേട്ടോ മാമ്പഴ പുളിശ്ശേരി. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളരിക്ക കൂട്ടി വെക്കാറുണ്ട്. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് ചെത്തി കഷ്ണങ്ങളാക്കി കൊണ്ടുവരണം കേട്ടോ. ആദ്യം എന്താ വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. മാമ്പഴം അതെ, മാങ്ങാണ്ടിയൊക്കെ കളഞ്ഞിട്ട് മാങ്ങ മാത്രം എടുത്തോട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. രണ്ടും കൂടി ഒരുമിച്ചിടാം കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് ഒന്ന് വേവിക്കണം. എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് രണ്ടും വേവുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. എന്നാലും വേണമെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുക്കറിൽ വെച്ചൊന്ന് 2-3 വിസിൽ കേൾപ്പിക്കാം കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണേ. ആവശ്യത്തിന് ഉപ്പും ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് കുക്കറിൽ വെക്കാം. ഇത് വെന്ത് നന്നായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നാളികേരമാണ് കേട്ടോ എടുത്തേക്കണത്. ഒരു ചെറിയ നാളികേരവും പിന്നെ 3 വലിയ പച്ചമുളക്, 1/2 ടീസ്പൂണ് ജീരകം, ഇത് എല്ലാം കൂടി ഒന്ന് അരച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ വെള്ളരിക്കും മാങ്ങയും കൂടി തിളച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് വലിയൊരു ഗ്ലാസ് തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. പുളിയുള്ള മാങ്ങയൊക്കെയാണ് നമ്മൾ കൂട്ടാൻ വയ്ക്കണമെന്ന് വിചാരിച്ചാൽ അതിൽ 1-2 ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ, മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ശർക്കര ഒന്നും ഇട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ മൂവാണ്ടൻ മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ശർക്കരയുടെ ആവശ്യമില്ല. ഇനി അരപ്പ് അതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി അരച്ചു കൊണ്ടുവന്നും കൂടി അതിൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു കടുക് വറുത്തിടണം. കടുക്, ഉലുവ, മുളക്, വറ്റൽമുളകൊക്കെ. അപ്പോഴേക്കും 2 തണ്ട് കറിവേപ്പില ഇതിലിട്ട് ഒന്ന് തിളപ്പിക്കാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ കടുക് വറുത്തിടണം കേട്ടോ. കടുകും ഉലുവയും വറ്റൽമുളകുമാണ് കേട്ടോ. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും. ഇത് നന്നായി വറുത്തിടണം കേട്ടോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി റെഡിയായി കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. മാമ്പഴം സീസൺ കഴിയുന്നതിന് മുമ്പൊക്കെ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പോൾ മാമ്പഴവും വെള്ളരിക്കും കൂടി പുളിശ്ശേരി ഉണ്ടാക്കിയത് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.